നമ്മുടെ ഇന്നത്തെ വിഷയം. എൻ്റെ പേര് സസ്പതി, കണ്ണൂർ ജില്ലയിലെ ഉളിയിൽ മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധ്യാപികയാണ്. ഞാൻ ആദ്യം തന്നെ നമുക്ക് ഇതൊരു ട്രെയിനിങ് സെഷൻ ആണല്ലോ അല്ലെ? അപ്പൊ നമ്മൾ പരസ്പരം ചർച്ച ചെയ്തു വേണം ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓഡിബിൾ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ എന്തിനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ്, സ്വത്ത് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ധാരാളം സ്വർണ്ണാണോ, അല്ല വേറെ എന്തെങ്കിലും ആണോ, അച്ഛനാണോ, അമ്മ? എന്താണ് നമ്മുടെ ജീവിതത്തിലെ, അതായത് എനിക്ക് തോന്നുന്നു എന്നെ കേൾക്കുന്നവർ ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ടായിരിക്കാം, അധ്യാപകരുണ്ടായിരിക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റായി നമ്മൾ കരുതുന്നത്? മക്കളാണ് അല്ലെ? നമ്മുടെ നമ്മുടെ മക്കള് ഏറ്റവും നന്നായി വളരാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കേണ്ടത് നമ്മളാണ്. അപ്പൊ മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. ഒന്ന് കുട്ടിയുടെ ഹെറിഡിറ്ററി പാരമ്പര്യം, രണ്ടാമത്തേത് കുട്ടി വളർത്തേണ്ട സാഹചര്യം, കുടുംബാന്തരീക്ഷം എന്നാണ് ആധുനിക മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. നമ്മൾ എന്തിനാ കുട്ടികളെ വളർത്തുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നാ മേടോ പ്രസവിച്ചു പോയി അതുകൊണ്ട് വളർത്തണ്ടേ, അങ്ങനെയാണോ? അല്ല മേഡം, നമ്മളെ മക്കള് നല്ല രീതിയിൽ നല്ല നിലയിൽ എത്തണം എന്നാണ് നമ്മളെല്ലാ രക്ഷിതാക്കളുടെ ആവശ്യം. വെരി ഗുഡ്. അപ്പൊ അവര് വളർന്ന് ഉന്നത നിലയിലെത്തണം, നമ്മളെ നോക്കണം, നമ്മുടെ നാട്ടിനും കുടുംബത്തിനും നന്മയുള്ളവരായി വളരാൻ. വെരി ഗുഡ്, എക്സലന്റ്. അതെ അതെ. അപ്പോ ഇങ്ങനെ ഈ നന്മയുള്ള മക്കളായി വളരണമെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് പരിശീലനം തുടങ്ങേണ്ടത്? അത് എപ്പോഴാണ് തുടങ്ങേണ്ടത്? എവിടെ നിന്നാണ് പരിശീലനം തുടങ്ങേണ്ടത്? എവിടെ നിന്നായിരിക്കും? കുട്ടി ജനിച്ചു കഴിഞ്ഞാണോ, അതോ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങണോ? നമ്മുടെ അറിവ് വെച്ച് പറഞ്ഞാൽ മതി. നമ്മളിപ്പോ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ തന്റെ ഗർഭപാത്രത്തിൽ പേറുന്ന അന്ന് മുതൽ കുട്ടി എല്ലാം കേൾക്കുന്നുണ്ട് എന്നാണ് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത് അല്ലെ? മഹത് ഗ്രന്ഥങ്ങളൊക്കെ അതിന് ഒരുപാട് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആങ്സൈറ്റികൾ, പലതരത്തിലുള്ള വികാരം, ഏത് വികാരങ്ങൾ, സദ്വികാരങ്ങളാകട്ടെ. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്റെ മുത്തശ്ശിയൊക്കെ പറയുമായിരുന്നു, നല്ല ആത്മീയമായ ഗ്രന്ഥങ്ങൾ വായിക്കണം, നല്ല നല്ല ചിന്തകൾ ഉണ്ടാകണം. അപ്പൊ ഞാൻ കരുതി ഈ മുത്തശ്ശി എന്തായി പറയുന്നത്? പക്ഷെ അതൊക്കെ നമ്മുടെ കുഞ്ഞിന്റെ നന്മയുടെ ചവിട്ടുപടികളാണെന്ന് തിരിച്ചറിയണം. പിന്നെയാണ് തിരിച്ചറിഞ്ഞത് ഇതിനായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത് എന്നല്ലേ. ഇപ്പൊ നമ്മുടെ വീടുകളിലെ പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരു കൂട്ടായ്മ ഇന്നുണ്ടോ? പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കൾ, എന്നെല്ലാം സംബന്ധിച്ച് എന്റെ അച്ഛനും അമ്മയൊക്കെ വളരെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരൊന്നല്ല, 4ാം ക്ലാസ് 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നു. പക്ഷെ അവർ വളരെ മനോഹരമായി നമ്മളെ വളർത്തിയിരുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് ഒരുപാട് ബേസിക് നീഡ്സ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് അവരുടെ ബേസിക് നീഡ്സ്? ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഓഡിബിൾ അല്ലേ ഞാൻ? നല്ല ഭക്ഷണം, വസ്ത്രം, നല്ല ഭക്ഷണം, വസ്ത്രമൊക്കെ കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ, ശാരീരിക ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ, മാനസിക ആവശ്യങ്ങൾ, ദൈവവിശ്വാസിയാണ്, ആത്മീയപരമായ ആവശ്യങ്ങൾ. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു 4 ആവശ്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുക എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഈ ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളുടെ സ്വഭാവത്തിന് വളരെയധികം വൈകല്യങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. അദ്ദേഹം 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കിയ ക്രൂരനായ കൊലയാളിയാണ് അദ്ദേഹം. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ആയത് എന്ന് അദ്ദേഹത്തിന്റെ മെയിൻ കാഫ് എന്ന ആത്മകഥയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് വീട്ടിൽ എപ്പോഴും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കും വക്കാണവുമായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. തന്നെ പോലെ തന്റെ മകനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നാണ് ആരാഗ്രഹിച്ചത്? ഹിറ്റ്ലറുടെ അച്ഛൻ ആഗ്രഹിച്ചത്. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ചിത്രകലയോടായിരുന്നു ഹിറ്റ്ലർക്ക് കമ്പം. പലപ്പോഴും
അച്ഛന്റെ ഈ ചിത്രം വരക്കുന്നത് കൊണ്ട് തന്നെ തന്റെ ഇംഗിതത്തിനനുസരിച്ച് മകൻ ചലിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഹിറ്റ്ലറുടെ അച്ഛൻ ക്രൂരമായ മർദ്ദനത്തിന് മകനെ വിധേയനാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള സകലതിനോടും അദ്ദേഹത്തിന് പുച്ഛമായിരുന്നു, വെറുപ്പായിരുന്നു. ഐ ഡോണ്ട് നോ ദ മീനിങ് ഓഫ് ലവ്. ഞാൻ എന്താണ് സ്നേഹം എന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. ഞാൻ ഇന്ന് ഇങ്ങനെ ആയതിന്റെ, ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി ആയതിന്റെ ഒന്നാമത്തെ കാരണം എന്റെ രക്ഷിതാക്കളാണെന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ശരിക്കും ചെറുപ്പത്തിൽ വളരെയധികം സ്നേഹം ലഭിച്ച് വളരുന്ന ഒരു കുട്ടിക്ക് സമൂഹത്തിലെ എല്ലാ മേഖലകളിലും നല്ലൊരു നന്മയുള്ള മനുഷ്യനായി കാണാൻ പറ്റുന്നത് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാവുന്നതാണ്. ചരിത്രം തന്നെ പലതും അതിന് ഉദാഹരണമാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വൈറലായ ഒരു യൂട്യൂബറാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, തൊപ്പിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ തൊപ്പി എങ്ങനെയാണ് ഒരു സുപ്രസിദ്ധ ആയ ഒരു യൂട്യൂബർ അല്ല അല്ലെ അദ്ദേഹം. ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എന്റെ അച്ഛനുമായി, എന്റെ ഉപ്പയുമായി ഞാൻ സംസാരിച്ചിട്ട് 10 വർഷത്തിലേറെയായി. പുറത്തുപോയി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മുറി അടച്ചു പൂട്ടി അവന്റെ ലോകം പിന്നെ സോഷ്യൽ മീഡിയയാണ്. അപ്പൊ കുട്ടിയെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, നന്നായി സംസാരിച്ചിരുന്നെങ്കിൽ ഏറ്റവും നല്ല കുഞ്ഞായി നമ്മുടെ എല്ലാവരുടെയും മക്കൾ മാറും എന്നതിനുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് പറയാം. പഴയ കാലത്തെ ചരിത്രം പരിശോധിക്കുകയാണ്. നമുക്ക് മലയാളത്തിലെ പ്രശസ്തനായ പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ ചെറുശ്ശേരിയെ കുറിച്ച് പലരും കേട്ടിരിക്കും അല്ലെ. അപ്പൊ ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതാനുള്ള കാരണം കോലത്തിരി രാജാവായ ഉദയവർമ്മന്റെ ആസ്ഥാന കവിയായിരുന്നു ചെറുശ്ശേരി. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഉദയവർമ്മ രാജാവ് ചെറുശ്ശേരിയും തമ്മില് ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ഭർത്താവായി ഉദയവർമ്മൻ തോൽക്കുമെന്ന് ഘട്ടം വന്നു. തന്റെ ഭർത്താവും ഈ ചെറുശ്ശേരിയും തമ്മിലുള്ള ചെസ് കളി ജനാലയിലൂടെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു ഉദയവർമ്മ രാജാവിന്റെ പ്രിയപത്നി. തന്റെ ഭർത്താവ് തോൽക്കുമെന്ന ഘട്ടം വന്നപ്പോൾ തന്റെ കുഞ്ഞിനെ ഉറക്കുന്ന താരാട്ട് പാട്ടിന്റെ ഈണത്തിൽ ആ ഭാര്യ പാട്ടുപാടുകയാണ്. അപ്പൊ രാജാവിന് മനസ്സിലായി, തന്റെ ഭാര്യ പറയാണ് ആളെയുണ്ട്, കാലാളെ എടുത്ത് മാറ്റിവെക്കുകയും ആ കരു മാറ്റിവെക്കുകയും ഉദയവർമ്മ രാജാവ് വിജയാവുകയും ചെയ്തു. അപ്പൊ നമ്മളാണെങ്കിൽ എന്താ പറയാ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇനിയിപ്പോ ആ ചെസ് കളിച്ചിട്ട് വേണം അല്ലെ, നമ്മളങ്ങനെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ ഈ ഓരോ സംഭവങ്ങളും, അതുപോലെ ഈ പ്രവാചകനായ മുഹമ്മദ് നബി, അദ്ദേഹം ഹിറാ ഗുഹയിൽ ഏകാന്ത ധ്യാനത്തിനിരുന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഷമ്മിലാനീസം അല്ലെ, ഇങ്ങനെ വിറച്ചത് ദൈവത്തിന്റെ മാലാഖയായ ജിബ്രീൽ മലഖയെ കണ്ട് വളരെയധികം ഇതായി ഭാര്യ പറയുന്നുണ്ട്, ഖദീജ ബീവിയാണെന്നാണ് തോന്നുന്നത്, പറയുന്നുണ്ട്, അല്ലയോ നാഥ, അങ്ങനെയാണ് ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റുക. ബിക്കോസ് നിങ്ങള് ഒരുപാട് അനാഥ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നവരാണ്, നന്മ ചെയ്യുന്നവരാണ്. അപ്പൊ ഭാര്യ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഭാര്യയും ഭർത്താവും വീട്ടിൽ നിന്ന് വളരെ സ്നേഹത്തോടെ പെരുമാറിയാൽ അത് ഈ കുഞ്ഞ് കണ്ടു വളരുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഈ കുഞ്ഞ് കണ്ടു വളരുമ്പോ കുട്ടിയുടെ സ്വഭാവത്തിലും ഈ ഒരു മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ? അപ്പൊ കുടുംബം ഇമ്പമുള്ളതാണ് ഫാമിലി. അപ്പൊ ഒരു കുട്ടിയുടെ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? വീടാണ്. പക്ഷേ ഈ ആധുനിക കാലത്ത് നമ്മൾ എല്ലാവരും തിരക്കിലാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ സമയമില്ല, നമ്മൾ നമ്മുടെ ജോലി തിരക്കാണ്. പക്ഷെ ഈ കുഞ്ഞു മനസ്സിൽ നമ്മളുടെ ഓരോ വാക്കുകളും അവരിങ്ങനെ കോറിയിടും. വളരെ നിഷ്കളങ്കരായി വളരെ തുറന്ന പുസ്തകമായാണ് കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. മാതാവിന്റെ മടിയിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞ് വളരെ നിഷ്കളങ്കനാണ്. എന്താണ് ആ പേപ്പറിൽ നമ്മൾ എഴുതേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോ ഈ പേപ്പറിൽ വളരെ കുത്തിക്കുറിക്കാതെ വളരെ മനോഹരമായി എഴുതുന്നതാണെങ്കിൽ ആ കുഞ്ഞ് വളരെ എല്ലാവർക്കും എക്സലന്റ് ആയ ഒരു കുഞ്ഞായി വളരും. അപ്പൊ എല്ലാ ക്രിമിനൽസിനെയും അതുപോലെ തന്നെ ബുദ്ധിജീവികളെയും സൃഷ്ടിക്കുന്നത് കുടുംബം തന്നെയാണെന്നാണ് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത് അല്ലെ. അപ്പോ ഫാമിലി എന്താണ്? ഫാമിലി എന്ന പദത്തിന് നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ പറയാം, ഫാദർ ആൻഡ് മദർ ഇൻക്ലൂഡിങ് ലവ്ലി വൺസ്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടിയിരിക്കുക, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, അവര് വീട്ടിലെ ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം അറിയണം.
ഇപ്പൊ ചില കുട്ടികൾ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മയും എന്നെ ഒന്നിനും വിടൂല, അവരെന്നെ പരിഗണിക്കുന്നില്ല. നമുക്ക് എപ്പോഴും എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബേസിക് നീഡ്സ് തന്നെ പറയാം, പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. എന്താ അത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്തായിരിക്കും അത്? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്, അംഗീകാരമാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ കുട്ടി ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. എന്റെ ഒരു ഫ്രണ്ടും ഞാനും ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിന്റെ മകൻ ഒരു റീഡിംഗ് ഡേക്ക് കോമ്പറ്റീഷന് വിന്നറായി ഓടി വരികയാണ്. അമ്മേ, എനിക്കാണ് 1ാം സ്ഥാനം. എത്ര മാർക്കാ മോനെ? 5. ഓ, നിന്റെ സ്കൂളിലെ ചോദ്യത്തിന്റെ അല്ലേ എന്നാ ചോദിക്കുമോ? നമുക്കറിയാം. കുട്ടി ഇത് വളരെ സന്തോഷത്തോടെ ഓടി വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റീഡിംഗ് ഡേക്ക് LP 1ലോ 2ലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 1ാം സ്ഥാനം കിട്ടുക ചിലപ്പോൾ അതൊരു അത്രത്തോളം എക്സലന്റ് ആവണം എന്ന് ചിന്തിക്കണം എന്നില്ല. പക്ഷെ ഈ കുഞ്ഞിന്റെ മുഖഭാവം അവിടുന്ന് മാറുന്നത്, അപ്പൊ ആ അമ്മ വാവ് എക്സലന്റ് ആണല്ലോ എന്ന് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഈ മുഖഭാവം മാറുമായിരുന്നു. അപ്പൊ ഏത് സമയത്തും ഇങ്ങനെ ഈ ബ്രോക്കൺ ഫാമിലിയിൽ വരുന്ന കുട്ടികൾക്കുള്ള കുറെ പ്രത്യേകതകൾ നമുക്ക് പരിശോധിച്ചാൽ എന്തായിരിക്കും? ഇൻട്രോവേർട്ടായിരിക്കും, മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിയായിരിക്കും. കേൾക്കുന്നില്ലേ? എന്നെ കേൾക്കുന്നില്ലേ? അതുപോലെ ഈ റിജക്ഷൻ പോലെ തന്നെ കുട്ടികളെ സ്വാധീനിക്കുന്ന വേറെ ഒരു ഘടകമാണ് ഈ അമിത വാത്സല്യം. സുപ്രസിദ്ധ കൊലയാളിയ ചാൾസ് ശോഭരാജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ശോഭരാജ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരെ കൊന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് അവസാനത്തെ ആഗ്രഹം ചോദിച്ചു തന്റെ അമ്മയെ ഒന്ന് കാണണം എന്നാണ്. അപ്പൊ അമ്മയെ കണ്ടപ്പോ ഈ സ്ത്രീയെയാണ് തൂക്കിക്കൊല്ലേണ്ടത്, എന്നെയല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഞെട്ടി. അദ്ദേഹത്തിന്, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളെ മാത്രം ചിന്തിച്ച് നീറി കഴിഞ്ഞ ഒരു സാധു സ്ത്രീയല്ലേ, ഈ സ്ത്രീയെ കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പകാലത്ത് കുഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പോൾ എന്നെ അമ്മ ശാസിച്ചിരുന്നില്ല, എന്നെ ശിക്ഷിച്ചിരുന്നില്ല. അന്ന് എന്നെ വിലക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആവുമായിരുന്നില്ല. അപ്പൊ നമ്മളത് നിർദോഷമായി പലപ്പോഴും വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു 2 3 മക്കളുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു ചോക്ലേറ്റ് ആണെങ്കിൽ നമ്മൾ ചെറിയ കുട്ടിക്ക് കൊടുക്കും. എന്നുവെച്ചാൽ മോനെ ഏട്ടനോടൊന്നും പറയണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്തയോട് പറയണ്ട, ഇക്കയോട് പറയണ്ട എന്ന് പറയും. നമ്മളെ ഉദ്ദേശം എന്താണ്? കുട്ടി അത് കഴിക്കട്ടെ എന്നാണ്. പക്ഷെ കുട്ടിയുടെ മനസ്സില് അത് കോറിയിടുന്ന ചില അവരുടെ ലൈഫിലേക്ക് ഇതൊന്നും ഞാൻ ഷെയർ ചെയ്യാൻ പാടില്ല, വളരെയധികം സെൽഫിഷ് ആവുകയാണ് കുട്ടി അവിടെ. ഞാൻ ഒന്നും ഷെയർ ചെയ്യരുത്, ടോയ്സ് കിട്ടിയാൽ എനിക്ക് ഒറ്റക്ക് കളിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള ചിന്തകൾ വരും. നമ്മൾ ഇത് കുട്ടിയോടുള്ള അമിത സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ റിജക്ഷൻ പോലെ തന്നെ വളരെയധികം ദൂഷ്യഫലം ചെയ്യുന്ന ഒരു ഘടകമാണ് അമിത വാത്സല്യം. ഇനി എനിക്കിപ്പോ പഠിച്ചൊരു ഡോക്ടർ ആകണം എന്നാണ് ആഗ്രഹമെങ്കിൽ, എന്റെ ആഗ്രഹം സഫലീകരിച്ചില്ല, എന്റെ ലൈഫിൽ അത് സഫലീകരിച്ചില്ല, പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കളിലൂടെ എന്റെ മോൻ എന്തായാലും ഒരു ഡോക്ടറാണ്, അല്ലെ എന്റെ മോൾ ഒരു ഡോക്ടറാണെന്ന് ചിന്തിച്ച് അവരെ ആ വഴിക്കേക്കുള്ള പഠനം നടത്തുമ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ അതിനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. നമ്മള് ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ എന്റെ അധ്യാപക സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും പല അനുഭവങ്ങളും ക്ലാസ് മുറിയിലേത് എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു അധ്യാപിക എന്നോട് പറഞ്ഞത്, അവരിങ്ങനെ എപ്പോഴും ക്ലാസ്സിൽ ഗ്ലൂമി ആയിരിക്കുന്ന ഒരു പെൺകുഞ്ഞ്. അപ്പൊ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കും, കുട്ടി ഒന്നും തുറന്ന് പറയാൻ മെനക്കെടുന്നില്ല. അപ്പൊ അധ്യാപിക ഒരു ദിവസം ഇങ്ങനെ ക്ലാസ്സിലെ കുട്ടികളോടെല്ലാം പറയുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും നല്ല അനുഭവങ്ങളും മോശ അനുഭവങ്ങളും തുറന്നെഴുതണം, അത് ഞാൻ മാത്രമേ വായിക്കൂ, മറ്റുള്ളവരെ കാണിക്കില്ല. അങ്ങനെ ടീച്ചറുടെ ലക്ഷ്യം ഈ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് അറിയാനായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ എഴുതി. ടീച്ചർ വളരെ ആകാംക്ഷയോടെ ഈ കുഞ്ഞിന്റെ എഴുത്ത് വായിച്ചപ്പോ നടന്ന അനുഭവം കേട്ടോ, ടീച്ചർ കരഞ്ഞു പോയി. കാരണം കുട്ടി പറയുന്നത് വീട്ടിൽ കുട്ടിക്ക് ഉപ്പയില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മ ദിവസവും 2 ഇങ്ങനെ ടൈലറാണ്. അപ്പൊ എന്തെങ്കിലും വസ്ത്രങ്ങൾ തയ്ച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് വീട്ടിലെ നിത്യവൃത്തി കഴിക്കുന്നത്. അപ്പൊ ഈ ചെത്തി തേച്ച ഒരു ചുമരല്ല, മൺകട്ട കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. അപ്പൊ രാത്രിയിൽ കിടക്കുമ്പോ ഈ മൺകട്ടയിലാണ് കാലെല്ലാം മുട്ട കുട്ടീനെ. അപ്പൊ കിടക്കയില്ല, വിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള തന്റെ സമപ്രായക്കാരായ എല്ലാ കുട്ടികൾക്കും നല്ല കുടുംബാന്തരീക്ഷം അടിപൊളിയാണ്, നല്ല വീടാണ്. ഇങ്ങനെ കുട്ടിയുടെ മനസ്സിൽ ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സും ഭയങ്കര വിഷമം, തന്റെ ഉമ്മയെ കൊണ്ടത് പറ്റുന്നില്ല, തനിക്ക് ഉപ്പയില്ലല്ലോ, തനിക്ക് അച്ഛനില്ലല്ലോ എന്ന ചിന്തയാണ്. അപ്പൊ ടീച്ചർ ഇത് വായിച്ചു. ടീച്ചർ സ്കൂൾ അധികൃതമായി ബന്ധപ്പെട്ടു, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ആ സ്കൂളിന്റെ നേതൃത്വത്തിൽ ആ കുഞ്ഞിന് നല്ലൊരു വീട് വെച്ചു കൊടുത്തു. ഇപ്പൊ ആ കുട്ടി വളരെ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട്, നല്ല ഫാമിലി, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, അവരും ഒരു ടീച്ചറാണ്. അപ്പോൾ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് കുട്ടിയുടെ ജീവിതത്തിന്റെ മൊത്തം ചില വാക്കുകൾ കൊണ്ട് മൊത്തം മാറ്റിമറിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മളിപ്പോ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിലെ കുറെ കുട്ടികൾ ഒരു കുട്ടി
അല്പം നിറം കുറവാണെങ്കിൽ അവനൊന്ന് കണ്ണാടി നോക്കുമ്പോ ഓ ഇനിയിപ്പൊ നീ കണ്ണാടി നോക്കിയിട്ട് എന്താ ഇങ്ങനെ പറഞ്ഞ ആ കുട്ടിയുടെ നമ്മൾ ജസ്റ്റ് ഒരു ജോക്ക് പറയുന്നതായിരിക്കും, പക്ഷെ കുട്ടിയുടെ മനസ്സിൽ അത് സേവ് ചെയ്യുകയാണ്. പിന്നെ ഈ കുട്ടികളെല്ലാം കോപ്പി പേസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ എല്ലാ കാര്യവും കുട്ടി എന്താ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടി എന്താ ആഗ്രഹിക്കുക, എന്നു ഞാൻ അമ്മയെ പോലെ വലുതാകുമെൻ മകൻ ചോദിപ്പു കൂടെ കൂടെ. എപ്പോഴാണ് ഞാൻ അമ്മയെ പോലെ വലുതാകുക അല്ലെങ്കിൽ അച്ഛനെ പോലെ വലുതാകുക എന്ന കുട്ടിയുടെ റോൾ മോഡല് അച്ഛനാണ്, അമ്മയാണ്. അപ്പൊ അമ്മക്ക് വീട്ടിൽ എന്തെങ്കിലും വിഷമം വരുമ്പോ അമ്മ വേഗം ഓടിപ്പോയി കട്ടിൽ കമിഴ്ന്ന് കിടന്ന് മുറി അടച്ച് കരയുകയാണെങ്കിൽ കുട്ടിയിലും അതേ ശീലങ്ങൾ കാണാം. അപ്പൊ നല്ല ശീലങ്ങള് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെയുള്ള അഥവാ ഇങ്ങനെയുള്ള ഒരു ബ്രോക്കൺ ഫാമിലിയിലെ കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു സ്വഭാവ വൈകൃതങ്ങളൊക്കെ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുക? പിന്നെ ചിലപ്പോ അച്ഛനോ അമ്മക്കോ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയായിരിക്കും. തന്റെ കുട്ടിക്ക് ഇന്നത് വേണം, അല്ലെ ഇന്ന ആവശ്യങ്ങൾ ഞാൻ ഇവന് സാധിച്ചു കൊടുത്താൽ കുട്ടി എന്താ നല്ലവനായനെ എന്നൊരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ചിലപ്പോ നമ്മള് പിന്നെ പ്രശസ്തനായ എഡിസനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. എഡിസൺ മഹാവികൃതിയായിരുന്നു, പഠനത്തിൽ വളരെ ബാക്കോട്ടായിരുന്നു, അക്ഷരം പോലും വായിക്കാൻ അറിയാതെ. അപ്പൊ സ്കൂളിലെ അധ്യാപകൻ ഒരു ദിവസം കത്ത് എഴുതി കൊടുത്തു, ഇത് നിന്റെ അമ്മയെ കാണിക്കണം. അമ്മ വീട്ടിലെത്തി കുഞ്ഞ് എഡിസൺ അമ്മയ്ക്ക് തന്റെ അധ്യാപിക നൽകിയ കത്ത് കൊടുത്തു. അമ്മ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നിങ്ങളുടെ മകനെ ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ പറ്റില്ല, മഹാവികൃതിയാണ്, പഠിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഓൺ ദ സ്പോട്ടിൽ വേറെ ഏതെങ്കിലും രക്ഷിതാവാണ് കുട്ടിയെ ഷൗട്ട് ചെയ്തേനെ. അമ്മ കുഞ്ഞ് എഡിസൺ ചോദിക്കും, എന്താ അമ്മയെ കത്തിൽ എഴുതിയിരിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ മകൻ വളരെ ഇന്റലിജന്റ് ആണ്, നിങ്ങളുടെ മകന് ഇവിടെയുള്ള എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട അറിവ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മോനെ നീ ലോക പ്രശസ്തനാവേണ്ടവനാണ് എന്ന് പറയാം. ആ അമ്മയുടെ ഒരു വാക്കാണ് എഡിസൺ എന്ന ശാസ്ത്രജ്ഞനെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മുടെ രക്ഷിതാക്കളുടേതായാലും അല്ലെങ്കിൽ അധ്യാപകരുടേതായാലും ഒരു കുഞ്ഞു വാക്ക് കുട്ടിയുടെ ലോകം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. പക്ഷെ നമ്മള് ചില കുട്ടികളോട് പറയുന്ന എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ അച്ഛൻ പറയുന്ന ചെരുപ്പ് തന്നെ ഞാൻ ഇടണം. നോക്കൂ, നമ്മുടെ വീട്ടിൽ ഇപ്പൊ അച്ഛനും അമ്മക്കും മക്കൾക്കും എല്ലാവർക്കും ഒരേ പാകത്തിലുള്ള ചെരുപ്പാണോ ഉള്ളത്? എല്ലാവരും ഒരേ അളവിലുള്ള ചെരുപ്പാണോ ഉപയോഗിക്കുക? അല്ല. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ചെരുപ്പാണ് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ എന്റെ മോന്റെ ചെരുപ്പ് എനിക്ക് പാകമല്ല ഒരിക്കലും അല്ലെ. അപ്പൊ ഈ ചെരുപ്പ് പാകമല്ലാത്തത് പോലെ തന്നെ അവന്റെ നീഡ്സും ഡിഫറെന്റ് ആണ്, ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് എന്റെ കുഞ്ഞ് വളരണമെന്ന് ഞാൻ ശഠിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കുകയാണെന്ന തിരിച്ചറിവ് ഓരോ രക്ഷിതാവിനും ഉണ്ടാവണം. പക്ഷെ ശരിക്കും ഇവിടെ പിന്നെ ആർക്കാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നത്? വളരെ എങ്ങനെ കുഞ്ഞിനെ പണ്ട് കാലത്തെ രക്ഷിതാക്കൾക്കൊക്കെ എല്ലാവരും സ്കൂളിൽ പോയി എങ്ങനെ കുഞ്ഞിനെ വളർത്തണം എന്ന് പഠിച്ചത് കൊണ്ടാണോ കുറെ കുട്ടികൾ വളരെ പ്രശസ്തരായി മാറിയത് അവരുടെയൊക്കെ അച്ഛനും അമ്മയും പേരന്റിങ് പഠിച്ചത് കൊണ്ടാണോ? ഒരിക്കലും അല്ല. മറിച്ച് എന്താണ്, ഒരു പിന്നെ നന്നായി മദ്യപിക്കുന്ന ഒരാളുടെ വീട്ടിലെ ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് വളരെ നല്ല, എനിക്ക് തന്നെ അറിയുന്ന ഒരു കുടുംബത്തിൽ അവർക്ക് 6 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അച്ഛൻ നന്നായി മദ്യപിക്കും. പക്ഷെ അവർ 6 മക്കളും നല്ല നിലയിലിട്ട് നല്ല സൽസ്വഭാവം നാട്ടിനും വീട്ടിനും ഒക്കെ വളരെയധികം ആവശ്യമുള്ള മക്കളായാണ് അവർ വളർന്നത്. കാരണം അവരുടെ അമ്മ അവരെ ചേർത്ത് പിടിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ചേർത്ത് പിടിക്കല് അംഗീകരിക്കല് ഒക്കെയാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അപ്പോ അത് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് കുട്ടികളും ഒരു സവിശേഷ വ്യക്തിയാണെന്ന് മനസ്സിലാക്കി അവരുടെ പിന്നെ നീഡ്സിനൊക്കെ അനുസരിച്ച് കുടുംബം മാറുന്ന സമയത്ത് മാത്രമാണ് ഒരു കുഞ്ഞ് സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ പ്രിയപ്പെട്ടതായി മാറുന്നത്. അല്ലെ, മനഃശാസ്ത്രജ്ഞനായ പറഞ്ഞിട്ടുണ്ട്, എവറി ചൈൽഡ് ബോൺ ആസ് എ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ബട്ട് വി മേക്ക് ദം ഫ്രോഗ്സ്. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് രാജാവും രാജ്ഞിമാരുമായി, പക്ഷെ നമ്മൾ അവരെ കിണറ്റിലെ തവളകളാക്കുന്നതാണ്. ഈ അറിവിന്റെ ലോകത്ത് ഇപ്പൊ കൊറോണയ്ക്ക് ശേഷമൊക്കെ കുട്ടികൾ വളരെയധികം സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി നമ്മൾ കാലത്തിനനുസരിച്ച് നീങ്ങണം. പക്ഷെ സോഷ്യൽ മീഡിയയെ ഏതൊക്കെ സമയത്ത് യൂസ് ചെയ്യണം എന്നൊക്കെ ഈ അച്ഛനമ്മമാരെ നന്നായി അനുസരിക്കുന്ന കുട്ടികൾ അനുസരിക്കുകയും സമൂഹത്തിലെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി മാറുകയും ചെയ്യും. പിന്നെ അവരുടെ ഈ ശാരീരിക ആവശ്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ശാരീരിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം, വസ്ത്രം, വായു, ജലം, പാർപ്പിടം, വീട്, അതൊക്കെയാണ്. പക്ഷെ എന്തൊക്കെയാണ് ഇവരുടെ മാനസിക ആവശ്യങ്ങള്? ബേസിക്കലി അവ മെന്റൽ നീഡ്സ് എന്തൊക്കെയാണ്? സ്നേഹം, സ്നേഹം, വാത്സല്യം അവർക്ക് നിറഞ്ഞ. അപ്പൊ ചിലപ്പോ അമ്മമാർ 2 3 കുട്ടികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ മൂത്ത കുഞ്ഞിനെ പിന്നെ സ്നേഹിക്കാൻ അഥവാ ശ്രദ്ധിക്കാൻ കഴിയാതെ വരാം അല്ലെ. അപ്പൊ നമ്മൾ ഈ നിർബാധമായ സ്നേഹത്തിന് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖവും ലോകത്ത് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നിർബാധമായ സ്നേഹം നമ്മൾ കുഞ്ഞിന് കൊടുക്കുമ്പോൾ കുഞ്ഞ് സമൂഹത്തിനും വീട്ടിനും നാട്ടുകാർക്കും ഒക്കെ പ്രിയപ്പെട്ടതായി വളരും. ഏറ്റവും
കൂടുതൽ ആവശ്യമുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്റെ അനുഭവം, നമ്മൾ അധ്യാപകന്മാര് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങളെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവരുടെ കണ്ണിലേക്ക് നമ്മൾ സ്നേഹത്തോടെ നോക്കുമ്പോൾ അവര് നമുക്ക് തരുന്നൊരു ഭാവമുണ്ട്. വാക്കുകൾക്കപ്പുറമാണത്. ഓരോ അക്ഷരങ്ങൾ പഠിച്ച് അക്ഷരം എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്. കുറച്ച് 2-3 ക്ലാസ്സിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, അധ്യാപികമാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അവർക്ക് അത് എഴുതി കാണിക്കാനും, അപ്പൊ നമ്മൾ കൊടുക്കുന്ന അംഗീകാരത്തിൽ അവർ ഭയങ്കര ആവേശം കൊള്ളുന്നതും കാണാം. അല്ലെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ക്ലാസ് മുറിയിൽ അധ്യാപികമാരുണ്ടാവുന്ന വിചാരിക്കുന്നത്, ക്ലാസ് മുറിയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ആർക്കെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതെ അല്ലെ. അപ്പൊ ഒരു അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾക്ക് അപ്പോൾ തോന്നുന്ന വികാരം എന്താണ്? അവരമ്മയെ പോലെ അവരും കാണുന്നുണ്ട് എന്നുള്ളൊരു ഇത് ആ, തോന്നിയിട്ടുണ്ട്. ശരിയാണ് അല്ലെ. അവർക്ക് ചിലപ്പോ അമ്മയിൽ നിന്ന് കിട്ടാത്ത വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മൾ അധ്യാപികമാര് ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് എന്നൊരു ചിന്ത കൊണ്ട് കുട്ടി ഈ ഓരോ അംഗീകാരവും കുട്ടിയെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ നമ്മുടെ കുടുംബ അന്തരീക്ഷം ഏറ്റവും മനോഹരമായതും അച്ഛനും അമ്മയും പരസ്പരം സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ താമസിക്കുകയും ചെയ്യുകയും കുട്ടികളുടെ എല്ലാ വിഷമങ്ങളും, കുട്ടിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് വന്ന് വീട്ടിൽ പറയാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും വേണം. അപ്പൊ ഈ ആധുനിക കാലഘട്ടം പഴയ പോലെ, പണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള മമ്മദുപ്പി എന്നോട് പറയും, മോളെ അത് ചെയ്യരുത്. അപ്പൊ നമ്മൾ അതനുസരിക്കും. പക്ഷെ ഇന്ന് എല്ലാ സ്ഥലത്തും മതിൽക്കെട്ടാണ്. അത് മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മെ ഉപദേശിക്കാനുള്ള ഒരു സാഹചര്യം പോലും നമ്മൾ കൊടുക്കില്ല. നമുക്കത് ഇഷ്ടമല്ല അല്ലെ. നമുക്ക് എന്ത് ഇഷ്ടമല്ല? ആരുടെയും ഉപദേശം നമുക്ക് ഇഷ്ടമല്ല. സാന്ത്വനം പക്ഷേ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ സാന്ത്വനിപ്പിക്കുന്ന ഒരു വിഭാഗമായി, അവരെ അംഗീകരിക്കുന്ന ഒരു ആൾക്കാരായി നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കുടുംബാന്തരീക്ഷം മാറുകയാണെങ്കിൽ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും നല്ല എക്സലന്റ് ആയി, ഒരു ക്രിമിനൽസ് ഇല്ലാതെ നന്മയുള്ള ഒരു ലോകത്തെ പടുത്തുയർത്താൻ വേണ്ടി പറ്റും. അപ്പോ നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി നമ്മുടെ രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതം, നമ്മളിപ്പോ ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ പിന്നെ യാഥാർത്ഥ്യവുമായി വരുന്ന നമ്മൾ ചിലപ്പോൾ വഴക്ക് പറയേണ്ടി വന്നേക്കാം. പക്ഷെ കുട്ടിക്ക് മനസ്സിലാകണം, എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ അമ്മ ഇത് പറയുന്നതിന് കാരണമുണ്ട്, ഞാൻ ഈ തെറ്റ് ചെയ്തത് കൊണ്ടാണ്. കുട്ടി നല്ലത് ചെയ്യുമ്പോൾ അംഗീകരിക്കുന്ന ഒരു രക്ഷിതാവിന് കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് ശിക്ഷിക്കേണ്ട അധികാരവും ഉണ്ടല്ലോ. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവുക, അന്ന് എന്റെ പേരൻസ് എന്നെ ശിക്ഷിച്ചത് ഇതിനായിരിക്കാം, ഇന്ന് എന്നെ എന്റെ അച്ഛനും അമ്മയും അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത കുട്ടിക്ക് ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഞാൻ ഈ ക്ലാസ് നമ്മുടെ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെറ്റിന്റെ ഭയങ്കര ഒരു മഴയും പെയ്യുന്നത്.